പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർക്ക് ഇന്ധന ലഭ്യതയുടെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കിടയിലും രാജ്യത്ത് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരവും വൈവിധ്യമാർന്ന ഇറക്കുമതി ശൃംഖലയും ഇന്ത്യക്കുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന് നിലവിൽ 53 ലക്ഷം മെട്രിക് ടൺ തന്ത്രപ്രധാന പെട്രോളിയം ശേഖരമുണ്ടെന്നും 65 ലക്ഷം മെട്രിക് ടണ്ണിലധികം അധിക ശേഖരം കൂടി സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളെ മുൻകൂട്ടി കണക്കിലെടുത്ത് അസംസ്കൃത എണ്ണ സംഭരണം ശക്തിപ്പെടുത്തിയതാണ് ഇത്തരത്തിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഊർജ്ജ ഇറക്കുമതിയിൽ വൈവിധ്യം വരുത്തിയതിലൂടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ നിർണായക പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കി. മുമ്പ് 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് ഇറക്കുമതി നടന്നിരുന്നത്. എന്നാൽ ഇന്നത് 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തന്ത്രപ്രധാന ശേഖരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ തുടർച്ചയായി മുൻഗണന നൽകി വരികയാണെന്നും രാജ്യത്തിന്റെ ശുദ്ധീകരണ ശേഷിയിലും വിതരണ സംവിധാനങ്ങളിലും മെച്ചപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. സ്ഥിരതയുള്ള വിതരണം ഉറപ്പാക്കാൻ ആഗോള പങ്കാളികളുമായി സഹകരണം ശക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു പങ്ക് ഈ നിർണായക ജലപാതയിലൂടെ കടന്നുപോകുന്നുവെന്നും അസംസ്കൃത എണ്ണ, വാതകം, വളം തുടങ്ങി വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ ഇതുവഴിയാണ് എത്തുന്നത്. ഈ മാർഗത്തിൽ എന്ത് തടസ്സമുണ്ടായാലും രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വീടുകളിലെ അത്യാവശ്യ ഊർജ്ജ ആവശ്യങ്ങൾക്കാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരത്തിൽ ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ വലിയ ആശ്വാസമാവുകയാണ്. നിലവിൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നില്ലെന്നും കൂടുതൽ ഇന്ധന കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയുണ്ടായി. ഇക്കാലമത്രയും സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രധാനമായും ഇന്ധന ഇറക്കുമതിക്കായി ആശ്രയിച്ചിരുന്നത്. നിലവിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ അമേരിക്ക, ബ്രസീൽ, നൈജീരിയ, അങ്കോള, മെക്സിക്കോ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുകൂടി ഇന്ത്യ ഇന്ധന ഇറക്കുമതി ആരംഭിച്ചിരിക്കുകയാണ്. അതുകൂടാതെ 7 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി ഇറാനിൽ നിന്നും LPG വാങ്ങുന്നതിനുള്ള നീക്കവും ഇന്ത്യ നടത്തി. ഇറാനിൽ നിന്നും LPGയുമായി വരുന്ന അറോറ എന്ന ആദ്യ കപ്പൽ ഉടൻ തന്നെ മംഗളൂരു തുറമുഖത്തെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് ലഭ്യമായതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.